നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വഞ്ചിച്ചേക്കാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മർമ്മരമായ കഥ പറയുന്നത് നമ്മുടെ മനസ്സിന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രം കാണിക്കാൻ കഴിയുമെന്നാണ്. സത്യം എന്താണെന്ന് കാര്യമില്ല. നമ്മുടെ മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അത് നമുക്കെതിരെ തിരിയുമ്പോൾ എന്ത് സംഭവിക്കും? മൈൻഡ്സ് ഓഫ് ദ മൈൻഡിന്റെ നിഗൂഢമായ താളുകൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ കുടുക്കിലാക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ കയ്യിൽ ഹെഡ്ഫോണോ ഇയർഫോണോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്താൻ സഹായിക്കും. നമ്മുടെ മനസ്സിന്റെ അജ്ഞാതമായ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ് ബിസിൻ ബുക്സ് എഴുതിയ മിസ്റ്ററീസ് ഓഫ് ദ മൈൻഡ്. നമ്മുടെ ഏറ്റവും വലിയ ഭയങ്ങളും ഒളിഞ്ഞുകിടക്കുന്ന ചിന്തകളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടമാണത്. ഈ പുസ്തകം നമ്മൾ നിയന്ത്രിക്കുന്നു എന്ന് കരുതുന്ന ആ നിഗൂഢമായ പാളികളെ തുറന്നു കാണിക്കുന്നു. പക്ഷെ സത്യം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കാം. ഈ പുസ്തകം നമ്മുടെ ഉപബോധ മനസ്സ് എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്നതെന്ന് കാണിച്ചു തരുന്നു. ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെടാൻ അസാധ്യമായ അതിരുകളിലേക്ക് അത് കെട്ടിയിടുന്നു. നമ്മുടെ ചിന്തകൾ യഥാർത്ഥത്തിൽ നമ്മുടേതാണോ അതോ മനസ്സിന്റെ അറിയാത്ത ഒരു വലയുടെ ഭാഗമാണോ എന്ന ചോദ്യങ്ങൾ ഇതുയർത്തുന്നു. മൈൻഡ്സ് ഓഫ് ദ മൈൻഡ് ഒരു ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ഓരോ മനുഷ്യനും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണത്. നമ്മുടെ മനസ്സ് നമ്മളെ വഞ്ചിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്രത്തോളം? ഈ പുസ്തകം നിങ്ങളുടെ മനസ്സിന്റെ യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള ഭയാനകമായ വ്യത്യാസം മനസ്സിലാക്കാൻ സഹായിക്കും. അതോടൊപ്പം നമ്മുടെ സ്വന്തം ചിന്തകൾ എങ്ങനെയാണ് നമ്മളെ ഒരു മാനസിക തടവറയിൽ ആക്കുന്നത് എന്നും ഇത് വെളിപ്പെടുത്തും. നമ്മുടെ ഓരോ തീരുമാനത്തിന്റെയും വികാരത്തിന്റെയും പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ശക്തികളെ വെളിപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിന്റെ പരിഹരിക്കാത്ത രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള യാത്രയാണിത്. ഈ യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഓരോ വീഡിയോയുടെയും ലക്ഷ്യം നിങ്ങൾക്ക് പുതിയതും മികച്ചതുമായ വിവരങ്ങൾ നൽകുക എന്നതാണ്. പക്ഷെ നിങ്ങളിൽ പലർക്കും വീഡിയോ കാണാൻ ഇഷ്ടമല്ല. അവർക്ക് കോമഡി വീഡിയോകൾ മാത്രമാണ് ഇഷ്ടം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഒരു ചെറിയ സത്യം പറയാം. അത് വേദനാജനകമായിരിക്കാം, പക്ഷെ അത് സത്യമാണ്. മിക്ക ആളുകൾക്കും പ്രയോജനകരമായ വീഡിയോകൾ കാണാൻ ഇഷ്ടമല്ല. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. ശരി സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കാതെ നമുക്ക് മുന്നോട്ടു പോകാം. ഈ പുസ്തകം 10 പ്രധാന അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ അധ്യായത്തിനും അതിൻ്റേതായ പങ്കുണ്ട്. അതുകൊണ്ട് എല്ലാ അധ്യായങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും അത് നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അധ്യായം 1: മനസ്സിന്റെ അദൃശ്യശക്തികൾ. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തികളാണ് മനസ്സിന്റെ അദൃശ്യശക്തികൾ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഓരോ തീരുമാനത്തിലും പ്രവൃത്തിയിലും ഈ ശക്തികളുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ചിലപ്പോൾ നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ മനസ്സിന്റെ ഒരു കോണിൽ ഒരു ചെറിയ പ്രകാശരശ്മി തെളിയുന്നത് കാണാം. ഈ അദൃശ്യശക്തിയാണ് നമ്മളെ കീഴടങ്ങാൻ അനുവദിക്കാത്തതും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നതും. ഒരു വെല്ലുവിളിയെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും എന്ന് നമ്മുടെ ഉള്ളിൽ എന്തോ ഒന്ന് പറയുന്നു. ഈ വാക്കുകൾ നമ്മുടെ പരിമിതികളെ മറികടക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന നമ്മുടെ ഉള്ളിലെ അതേ അദൃശ്യശക്തിയാണ്. നമ്മുടെ മനസ്സ് ഒരു വിലയേറിയ നിധിയാണ്. ചിലപ്പോൾ നമുക്കൊരു ജോലി ചെയ്യാൻ കഴിയില്ലെന്നോ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ലെന്നോ നമ്മൾ കരുതുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ കഴിയും. സാഹചര്യം എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മളെ എല്ലാ സാഹചര്യത്തിലും സഹായിക്കാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഈ അദൃശ്യശക്തികൾ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ധ്യാനത്തിലോ ചിന്തയിലോ മുഴുകുമ്പോൾ മനസ്സിന്റെ ആഴങ്ങളിൽ സമാധാനത്തിന്റെയും ശക്തിയുടെയും ഒരു അനുഭവം നമുക്ക് ലഭിക്കും. ഈ ശക്തിയുടെ സഹായത്തോടെയാണ് നമ്മൾ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളെയും നേരിടുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം നമ്മളെ എപ്പോഴും മികച്ചവരാകാൻ പ്രേരിപ്പിക്കുന്ന ഈ അദൃശ്യശക്തിയുടെ ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെയോ നിങ്ങളുടെ സ്വപ്നങ്ങളെയോ സംശയമുണ്ടെങ്കിൽ ഒരു നിമിഷം നിർത്തി നിങ്ങളുടെ ഉള്ളിലെ ആ അദൃശ്യശക്തിയെ അനുഭവിക്കുക. ഈ ശക്തി ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കില്ല. പകരം ഓരോ ചുവടിലും നിങ്ങളെ പിന്തുണയ്ക്കും, നിങ്ങളെ ശക്തരാക്കും, നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും. അധ്യായം 2: ഉപബോധ മനസ്സിന്റെ സാമ്രാജ്യം. നമ്മുടെ അറിവില്ലാതെ നിരന്തരം പ്രവർത്തിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഭാഗമാണ് ഉപബോധ മനസ്സ്. ഇത് നമ്മുടെ ചിന്താശേഷിക്കപ്പുറമുള്ള ഒരു ആഴത്തിലുള്ളതും നിഗൂഢവുമായ ശക്തിയുടെ ഉറവിടമാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിൽ ഇത് സംഭാവന ചെയ്യുന്നു, നമ്മൾ അറിയാതെ തന്നെ. നമ്മുടെ ശീലങ്ങളും ഓർമ്മകളും ആഴത്തിലുള്ള വികാരങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ്. നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഡ്രൈവിംഗ് അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ, തുടക്കത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. പക്ഷെ നമ്മളിത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഭാഗമായി മാറുന്നു. പിന്നെ ഒരു നിമിഷം വരുന്നു, നമ്മൾ ചിന്തിക്കാതെ തന്നെ അത് ചെയ്യാൻ കഴിയും.
പഠനപ്രക്രിയയെ സുഗമവും സ്വാഭാവികവുമാക്കുന്ന ഉപബോധമനസ്സിന്റെ ഒരു അത്ഭുതമാണിത്. നമ്മുടെ പഴയ ഓർമ്മകളും അനുഭവങ്ങളും കുട്ടിക്കാലത്തെ സംഭവങ്ങളും ഉപബോധമനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നു. ചിലപ്പോൾ നമുക്കൊരു പ്രത്യേക കാര്യം ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നതിന് കാരണം നമ്മുടെ ഉപബോധമനസ്സാണ്. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, ഒരു പ്രത്യേക സുഗന്ധം, ഒരു പഴയ പാട്ടിന്റെ ഈണം, ഇതെല്ലാം നമ്മുടെ ഉപബോധമനസ്സിൽ നിലനിൽക്കുകയും നമ്മുടെ വികാരങ്ങളെ അറിയാതെ തന്നെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഉപബോധമനസ്സ് നമുക്ക് സംരക്ഷണം നൽകുന്നു. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഭയാനകമായ അനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഉപബോധമനസ്സ് ആ അനുഭവം ഓർമ്മിക്കുകയും ഭാവിയിൽ നിങ്ങളെ അത്തരം സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മളോട് പറയാതെ തന്നെ നമ്മുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു. ഇത് നമുക്ക് പ്രതീക്ഷയും പ്രചോദനവും നൽകുന്ന മനസ്സിന്റെ ഭാഗമാണ്. നമ്മളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ നമ്മുടെ ഉപബോധമനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപബോധമനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് പ്രചോദിപ്പിക്കുക. നിങ്ങളുടെ ഉപബോധമനസ്സുമായി ഒരു ശക്തമായ ബന്ധം സ്ഥാപിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുന്നത് കാണുക. അധ്യായം 3. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള രഹസ്യങ്ങൾ. നമ്മൾ സാധാരണയായി അവഗണിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഗുണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള രഹസ്യങ്ങൾ. ശരിയായ ശീലങ്ങളും ടെക്നിക്കുകളും ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കാൻ കഴിയും. ഒന്നാമതായി, ശ്രദ്ധയും ഏകാഗ്രതയുമാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗങ്ങൾ. നമ്മൾ ഒരു ജോലി മുഴുവൻ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അത് മനസ്സിന്റെ ആഴത്തിൽ രേഖപ്പെടുത്തുന്നു. ധ്യാനവും മൈൻഡ്ഫുൾനെസ്സും പരിശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുന്നു. അങ്ങനെ നമുക്ക് എന്തും എളുപ്പത്തിൽ ഓർക്കാൻ കഴിയും. ദിവസത്തിൽ കുറച്ച് മിനിറ്റ് ധ്യാനിക്കുന്നത് പോലും നമ്മുടെ ഓർമ്മശക്തിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. രണ്ടാമതായി, പുതിയ വിവരങ്ങൾ പതിവായി ആവർത്തിക്കുക. നമ്മൾ ഒരു വിവരം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ആഴത്തിലുള്ള ഭാഗങ്ങളിൽ നിലനിൽക്കും. ഇതിനായി നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കാം. ഉദാഹരണത്തിന്, പേരുകൾ, ഫോൺ നമ്പറുകൾ അല്ലെങ്കിൽ ഒരു വിവരം എഴുതി വീണ്ടും വീണ്ടും വായിക്കുക. ഇത് ആ വിവരം കൂടുതൽ കാലം ഓർമ്മയിൽ വയ്ക്കാൻ മനസ്സിനെ സഹായിക്കും. കളികളും പസിലുകളും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നമ്മൾ മനസ്സിനെ ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലിയിൽ ഏർപ്പെടുത്തുമ്പോൾ അത് ഓർമ്മശക്തിയും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നു. ചെസ്സ് കളിക്കുക, ക്രോസ്വേഡ് പസിലുകൾ പരിഹരിക്കുക, അല്ലെങ്കിൽ മറ്റ് ബുദ്ധിപരമായ ഗെയിമുകളിൽ പങ്കെടുക്കുക എന്നിവ നമ്മുടെ മനസ്സിനെ സജീവവും പുതുമയുള്ളതുമാക്കി നിലനിർത്തുന്നു. ഇതോടൊപ്പം നല്ല ഉറക്കവും സമീകൃത ആഹാരവും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മൾ നന്നായി ഉറങ്ങുമ്പോൾ മനസ്സ് സ്വയം പുതുക്കുകയും ദിവസത്തിലെ വിവരങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നു. കൂടാതെ പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ്, മത്സ്യം തുടങ്ങിയ പോഷകസമൃദ്ധമായ ആഹാരം മനസ്സിന് ഗുണകരമാണ്. അവസാനമായി, ഒരു നല്ല സമീപനവും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നമ്മളൊരു പോസിറ്റീവ് ചിന്തയോടെ ഒരു ജോലി ചെയ്യുമ്പോൾ മനസ്സിന് ആ വിവരം എളുപ്പത്തിൽ ഓർക്കാൻ കഴിയും. സ്വയം വിശ്വസിക്കുക. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉത്സാഹിയായിരിക്കുക. ഈ ശീലങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ഓർമ്മശക്തി മുൻപത്തേക്കാൾ മികച്ചതായി മാറുന്നത് നിങ്ങൾ കാണും. ഓർക്കുക, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നത് ക്ഷമയും നിരന്തരമായ പ്രയത്നവും ആവശ്യമുള്ള ഒരു യാത്രയാണ്. അധ്യായം 4. മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ. നിങ്ങളുടെ മനസ്സിനെ ഒരു പുതിയ ദിശയിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒന്നാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. ഈ പ്രക്രിയ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുന്നതിലൂടെയും മാറ്റുന്നതിലൂടെയും ആരംഭിക്കുന്നു. ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളിൽ ഉണ്ടാകുന്നതുപോലെ തന്നെ അതിനെ വെല്ലുവിളിക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ പറയുക. എനിക്ക് കഴിയും, ഞാൻ വിജയിക്കും പോലുള്ള പോസിറ്റീവ് അഫർമേഷനുകൾ ഉപയോഗിക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. വിഷ്വലൈസേഷൻ ഒരു ഫലപ്രദമായ മാർഗമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ യാഥാർത്ഥ്യമാകുന്നത് കാണുക. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ അനുഭവം നേടുകയാണെന്ന് സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളുടെ ചിന്താരീതിയെ സ്വാധീനിക്കുന്നു. പ്രചോദനവും ഊർജവും നിറഞ്ഞ ആളുകളുമായി സ്വയം ചുറ്റുക. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതും മൈൻഡ് റീപ്രോഗ്രാമിംഗിന് സഹായിക്കും. നിങ്ങൾ നിരന്തരമായി പുതിയ കഴിവുകളും വിവരങ്ങളും നേടുമ്പോൾ നിങ്ങളുടെ മനസ്സ് പുതിയ ചിന്തകൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ധ്യാനവും മെഡിറ്റേഷനും പരിശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും നിയന്ത്രിക്കാനും സഹായിക്കും. ഈ പ്രക്രിയ മാനസിക സമാധാനം നൽകുക മാത്രമല്ല, നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകൾ എഴുതുന്നത് ഒരു ഫലപ്രദമായ മാർഗമാണ്. നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും ഒരു പേപ്പറിൽ എഴുതുമ്പോൾ അത് മനസ്സിലാക്കാൻ എളുപ്പമാകും. ഇത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവായി മാറ്റാൻ ഒരു അവസരം നൽകുന്നു. മൈൻഡ് റീപ്രോഗ്രാമിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
ക്ഷമയും സ്ഥിരതയുമാണ്. ഇത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്, പക്ഷേ അതിന്റെ ഫലങ്ങൾ അത്ഭുതകരമാണ്. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിക്ക് ഒരു ദിശ നൽകുക. പുതിയ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുക. അധ്യായം 5. മാനസിക ശ്രദ്ധയും ഏകാഗ്രതയും. നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള വിജയവും സന്തുലിതാവസ്ഥയും കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാനസിക ശ്രദ്ധയും ഏകാഗ്രതയും. നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എല്ലാ ജോലിയും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും. നമ്മുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമാകും. ഇന്നത്തെ വേഗതയേറിയ ജീവിതത്തിൽ ശ്രദ്ധ നിലനിർത്തുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇത് സാധ്യമാക്കാൻ കഴിയും. ധ്യാനം പരിശീലിക്കുന്നതിലൂടെ മനസ്സ് ശാന്തമാവുകയും ചിന്തകളെ നിയന്ത്രിക്കാൻ എളുപ്പമാവുകയും ചെയ്യും. ദിവസവും കുറച്ച് മിനിറ്റ് ധ്യാനിക്കുന്നത് ഏകാഗ്രത മെച്ചപ്പെടുത്തുകയും മനസ്സിന് പുതിയ ഊർജം നൽകുകയും ചെയ്യും. നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുകയും ഓരോ ചിന്തയെയും തടസ്സപ്പെടുത്താതെ കടന്നുപോകാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് ധ്യാനത്തിന്റെ ലളിതമായ മാർഗം. ഈ പ്രക്രിയയിലൂടെ നിങ്ങളുടെ ചിന്തകൾ സ്ഥിരമാവുകയും മാനസിക സമാധാനം അനുഭവപ്പെടുകയും ചെയ്യും. മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ബോധപൂർവം ഇരിക്കുക എന്നത് ശ്രദ്ധയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ്. ഓരോ ജോലിയും പൂർണ്ണമായ ബോധപൂർവം ചെയ്യുക. ഉദാഹരണത്തിന്, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ ചുവടുകൾ എണ്ണുക. ഇത് നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നത് നിങ്ങളെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ സഹായിക്കുകയും നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരാകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ട് ഫോണുകളും മറ്റ് ഉപകരണങ്ങളും നമ്മുടെ ശ്രദ്ധയെ നിരന്തരം വിഭജിക്കുന്നു. ഒരു സമയത്ത് ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഫോണും മറ്റു ഉപകരണങ്ങളും കുറച്ച് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മാനസിക ശ്രദ്ധ കൂടുതൽ ശക്തമാകും. നിങ്ങളുടെ ദൈനംദിന ജോലികളിൽ ചെറിയ ഇടവേളകൾ എടുക്കുന്നത് ശ്രദ്ധ നിലനിർത്താനുള്ള ഒരു പ്രധാന മാർഗമാണ്. നിങ്ങളൊരു ജോലിയിൽ കൂടുതൽ സമയം ശ്രദ്ധിക്കുമ്പോൾ മനസ്സും ശരീരവും ക്ഷീണിക്കും. ഓരോ മണിക്കൂറിലും കുറച്ച് മിനിറ്റ് ഇടവേള എടുക്കുക. ഈ സമയം ശുദ്ധവായു ശ്വസിക്കാൻ അല്ലെങ്കിൽ സ്ട്രെച്ചിംഗ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ ഊർജ്ജവും ഏകാഗ്രതയും മെച്ചപ്പെടുത്തും. നിങ്ങളുടെ മാനസിക ശ്രദ്ധയും ഏകാഗ്രതയും നിലനിർത്താൻ പതിവായ ശാരീരിക വ്യായാമവും വളരെ സഹായകമാണ്. നമ്മുടെ ശരീരം ആരോഗ്യവും സജീവവുമാകുമ്പോൾ മനസ്സ് വ്യക്തതയോടെ നിറയുന്നു. ദിവസവും കുറച്ച് സമയം വ്യായാമത്തിനായി മാറ്റിവെക്കുക. അത് യോഗയോ നടത്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനമോ ആകാം. അവസാനമായി, നല്ല ഉറക്കത്തിന്റെ പ്രാധാന്യം മാനസിക ശ്രദ്ധയെയും ഏകാഗ്രതയെയും ശക്തിപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മൾ പൂർണ്ണമായും ആഴത്തിലും ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും പുത്തനുണർവ് ലഭിക്കുന്നു. അത് അടുത്ത ദിവസത്തെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തുന്നു. ഈ ടെക്നിക്കുകൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാനസിക ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും ഏത് ജോലിയും പൂർണ്ണമായ ഏകാഗ്രതയോടെ ചെയ്യാനും കഴിയും. ഇത് ഒരു നിരന്തരമായ പരിശീലനമാണ്, പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാശ്വതമായ നല്ല മാറ്റം കൊണ്ടുവരും. അധ്യായം 6. സ്വപ്നങ്ങളും ഉപബോധമനസ്സും തമ്മിലുള്ള ബന്ധം. സ്വപ്നങ്ങളും ഉപബോധമനസ്സും തമ്മിൽ ആഴത്തിലുള്ളതും നിഗൂഢവുമായ ഒരു ബന്ധമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഉപബോധമനസ്സിന്റെ ഒരു വഴിയാണ് സ്വപ്നങ്ങൾ. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സ് ശാന്തമാവുകയും ഉപബോധമനസ്സ് സജീവമാകുകയും ചെയ്യുന്നു. ഈ സമയത്താണ് നമ്മുടെ ഉപബോധമനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന എല്ലാ ചിന്തകളും വികാരങ്ങളും സ്വപ്നങ്ങളായി പുറത്തുവരുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഓർമ്മകളും ആഴത്തിലുള്ള വൈകാരിക ചിന്തകളും ഉപബോധമനസ്സിൽ ശേഖരിക്കപ്പെടുന്നു. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഇവ. പക്ഷെ നമ്മുടെ ചിന്താരീതിയെയും ശീലങ്ങളെയും വ്യക്തിത്വത്തെയും അവ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ഉപബോധമനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന കാര്യങ്ങളാണ് സ്വപ്നങ്ങളിൽ കാണുന്നത്. ഇത് നമ്മുടെ ഒളിഞ്ഞുകിടക്കുന്ന ആഗ്രഹങ്ങളെയും ഭയങ്ങളെയും ആശയക്കുഴപ്പങ്ങളെയും പ്രതിഫലിക്കുന്നു. അവ നമ്മുടെ ബോധമനസ്സിനപ്പുറമാണെങ്കിലും നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചിന്തയിൽ കുടുങ്ങുമ്പോൾ, പലപ്പോഴും ആ പ്രശ്നത്തിന്റെ പരിഹാരം നമ്മുടെ സ്വപ്നങ്ങളിൽ കാണാം. കാരണം ഉപബോധമനസ്സിന് പുതിയ സാധ്യതകളും ചിന്തകളും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണ്ടെത്താൻ കഴിയും. ഇത് ഒരു ഗൂഢമായ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നത് പോലെയാണ്. ഉറങ്ങിയ ശേഷം ഉപബോധമനസ്സ് അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇതുകൊണ്ടാണ് പല ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും എഴുത്തുകാരും അവരുടെ സ്വപ്നങ്ങളിൽ പുതിയ കണ്ടെത്തലുകളോ പ്രചോദനങ്ങളോ നേടുന്നത്. ഉപബോധമനസ്സിന്റെ ഈ പ്രത്യേകതയാണ് അത് ചിഹ്നങ്ങളിലൂടെ സന്ദേശങ്ങൾ അയക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങളിൽ പലപ്പോഴും വിചിത്രവും ചിട്ടയില്ലാത്തതുമായ ചിഹ്നങ്ങളുണ്ടാകും. അവയ്ക്ക് നേരിട്ടുള്ള അർത്ഥമില്ലെങ്കിലും അവ നമ്മുടെ ആഴത്തിലുള്ള ചിന്തകളെയും വികാരങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഉദാഹരണത്തിന്, വെള്ളം പലപ്പോഴും വികാരങ്ങളുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു, അതേസമയം പറക്കുന്നത് സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു.
ഈ ചിഹ്നങ്ങൾ ഉപബോധ മനസ്സിന്റെ ഭാഷയാണ്. അവയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഉപബോധ മനസ്സും സ്വപ്നങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ആഴമുള്ളതാണ്. പതിവായ ധ്യാനവും സ്വയം ചിന്തയും ഉപയോഗിച്ച് നമ്മുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കാനും അവയുടെ സൂചനകളെ തിരിച്ചറിയാനുമുള്ള കഴിവ് നമുക്ക് വളർത്തിയെടുക്കാം. സ്വപ്നങ്ങളെ മനസ്സിലാക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും കുറിച്ചറിയാൻ നമ്മളെ സഹായിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ദിശയെയും ലക്ഷ്യത്തെയും മനസ്സിലാക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നു. സ്വപ്നങ്ങളിലൂടെ ഉപബോധ മനസ്സ് നമ്മളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും നമ്മുടെ ആന്തരിക വികാസത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഉപബോധ മനസ്സും സ്വപ്നങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു അത്ഭുതകരമായ രഹസ്യമാണ്. അത് നമ്മുടെ ഉള്ളിലെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തെയും ചിന്താരീതിയെയും മാറ്റാൻ ഇത് നമ്മളെ സഹായിക്കും. അധ്യായം 7. സർഗാത്മകതയെ പുറത്തെടുക്കാനുള്ള വഴികൾ. സർഗാത്മകത പുറത്തെടുക്കാൻ നമ്മുടെ ഉള്ളിലെ അന്വേഷക സ്വഭാവത്തെ ഉണർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ആദ്യം പുതിയ അനുഭവങ്ങൾക്കും ചിന്തകൾക്കും സ്വയം തുറന്നിടുക. പുസ്തകങ്ങൾ വായിക്കുക, യാത്ര ചെയ്യുക, പുതിയ കലാരൂപങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും പഠിക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ പുതിയ ചിന്തകളും കാഴ്ചപ്പാടുകളും ഉണ്ടാക്കുന്നു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് സർഗാത്മകതയെ പ്രചോദിപ്പിക്കാൻ കഴിയും. നമ്മൾ പ്രകൃതിപരമായ ചുറ്റുപാടുകളിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തവും വ്യക്തവുമാകും. അങ്ങനെ പുതിയ ചിന്തകൾ എളുപ്പത്തിലുണ്ടാകുന്നു. നിങ്ങളുടെ ചിന്തകളെ അതിരുകളിൽ നിന്ന് സ്വതന്ത്രമാക്കുക. സാധാരണയായി നിങ്ങൾ ചിന്തിക്കാത്ത സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ സ്വയം അനുവദിക്കുക. സംഗീതം കേൾക്കുക, ചിത്രരചന ചെയ്യുക, അല്ലെങ്കിൽ എഴുതുക തുടങ്ങിയ സർഗാത്മക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാവനയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, സമ്മർദ്ദമില്ലാതെ സർഗാത്മകതയോടൊപ്പം കളിക്കാൻ സ്വയം അനുവദിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ധ്യാനവും മൈൻഡ്ഫുൾനെസ്സും പരിശീലിക്കുന്നതിലൂടെയും സർഗാത്മകത വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ ടെക്നിക്കുകൾ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളെ വർത്തമാന നിമിഷത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അത് പുതിയതും അതുല്യവുമായ ചിന്തകൾക്ക് ഇടം നൽകുന്നു. ഒരു പുതിയ ആശയം വരുമ്പോൾ അത് കുറിക്കുക. ഇത് നിങ്ങളുടെ ചിന്തകൾ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളുടെ മനസ്സിന് സൂചന നൽകുന്നു. അവസാനമായി നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ ഉണർത്തുക. ചെറിയ ശ്രമങ്ങളോടെ കാര്യങ്ങളെ ആവേശത്തോടെ നോക്കുകയും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണുമ്പോൾ നമ്മൾ പുതിയതും അതുല്യവുമായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇതാണ് സർഗാത്മകതയുടെ ഏറ്റവും വലിയ രഹസ്യം. ജിജ്ഞാസ, സ്വാതന്ത്ര്യം, പുതിയ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനുള്ള ധൈര്യം. അധ്യായം 8. സ്വപ്നങ്ങളും ഉപബോധ മനസ്സും തമ്മിലുള്ള ബന്ധം. ഇതേ വിഷയം അധ്യായം 6-ൽ വിശദീകരിച്ചു. അതിനാൽ വീണ്ടും ആവർത്തിക്കുന്നില്ല. അധ്യായം 9. മൈൻഡ് പവർ എക്സസൈസുകൾ. നമ്മുടെ മനസ്സിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും അതിനെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർഗാത്മകമാക്കാനും മൈൻഡ് പവർ എക്സസൈസുകൾ ലക്ഷ്യമിടുന്നു. ഈ എക്സസൈസുകൾ നിങ്ങളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു നല്ല മാറ്റം കൊണ്ടുവരികയും ചെയ്യുന്നു. നിങ്ങളുടെ മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ഫലപ്രദമായ മൈൻഡ് പവർ എക്സസൈസുകൾ താഴെ നൽകുന്നു. വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രമുണ്ടാക്കുന്നത് ഒരു മികച്ച പരിശീലനമാണ്. ശാന്തമായിരിക്കുക, ആഴത്തിൽ ശ്വാസമെടുക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് അനുഭവിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു പ്രത്യേക സ്ഥലത്തെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് സ്വയം നിൽക്കുന്നത് പോലെ സങ്കൽപ്പിക്കുക. ഈ പരിശീലനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മനസ്സിനെ പോസിറ്റീവ് മാറ്റങ്ങൾക്ക് തയ്യാറാക്കുകയും ചെയ്യുന്നു. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. എല്ലാ ദിവസവും കുറച്ച് സമയം മൈൻഡ്ഫുൾ മെഡിറ്റേഷനായി ചെലവഴിക്കുക. ഈ പരിശീലനം നിങ്ങളുടെ മനസ്സിനെ വർത്തമാന നിമിഷത്തിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഇത് ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാ ചിന്തകളെയും പോകാൻ അനുവദിക്കുക. ഈ പരിശീലനം മാനസിക സമാധാനവും വ്യക്തതയും കൊണ്ടുവരുന്നു. ബ്രെയിൻ ഗെയിംസും പസിലുകളും. നിങ്ങളുടെ മനസ്സിനെ വേഗത്തിൽ നിലനിർത്താൻ പസിലുകൾ, സുഡോഗു അല്ലെങ്കിൽ ചെസ് പോലുള്ള ബ്രെയിൻ ഗെയിമുകൾ കളിക്കുക. ഈ ഗെയിമുകൾ നിങ്ങളുടെ ചിന്താശേഷിയും പ്രശ്നപരിഹാരശേഷിയും വർദ്ധിപ്പിക്കുന്നു. അവ പതിവായി കളിക്കുന്നത് മനസ്സിന് ഒരു മികച്ച വ്യായാമമാണ്. മനസ്സിനെ വെല്ലുവിളിക്കുക. എല്ലാ ദിവസവും നിങ്ങളുടെ മനസ്സിനെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വെല്ലുവിളിക്കുക. അത് ഒരു പുതിയ ഭാഷയോ ഒരു പുതിയ കഴിവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു വിഷയമോ ആകാം. ഇത് മനസ്സിന്റെ കോശങ്ങളെ സജീവമാക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മനസ്സിന്റെ അനുരൂപണവും സർഗാത്മകതയും വർദ്ധിപ്പിക്കുന്നു. ശാന്തമായ നിമിഷങ്ങളിൽ സ്വയം സംസാരിക്കുക. സെൽഫ് റിഫ്ലക്ഷൻ. ദിവസത്തിൽ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കുക. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പരിശീലനം നിങ്ങളുടെ ആന്തരിക ധാരണയെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. അത് ജീവിതത്തിൽ വ്യക്തത കൊണ്ടുവരുന്നു.
ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനുള്ള എക്സസൈസുകൾ: ഒരു പേപ്പറിൽ ഒരു ബിന്ദു ഉണ്ടാക്കുക. അതിൽ ശ്രദ്ധയോടെ നോക്കുക. നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ആ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറ്റ് ചിന്തകളെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ പരിശീലനം നിങ്ങളുടെ ശ്രദ്ധാശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു. നന്ദി പ്രകടിപ്പിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായ 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഈ പരിശീലനം നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവാക്കുന്നു, സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും വികാരം വർദ്ധിപ്പിക്കുന്നു. മൈൻഡ് പവർ എക്സസൈസുകൾ പതിവായി പരിശീലിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണാനും സഹായിക്കും. അധ്യായം 10. ഭയത്തെയും സമ്മർദ്ദത്തെയും നിയന്ത്രിക്കുക. ഇന്നത്തെ കാലത്ത് ഭയത്തെയും സമ്മർദ്ദത്തെയും നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ 2 വികാരങ്ങളും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നെഗറ്റീവായി ബാധിക്കുന്നു. പക്ഷെ ചില എളുപ്പമുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് അവയെ നിയന്ത്രിക്കാൻ കഴിയും. ഭയത്തെയും സമ്മർദ്ദത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ചില ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങൾ താഴെ നൽകുന്നു. 1. ആഴത്തിൽ ശ്വാസമെടുക്കുക. ഡീപ്പ് ബ്രീത്തിംഗ്. ഭയമോ സമ്മർദ്ദമോ ഉണ്ടാകുമ്പോൾ ആഴത്തിൽ ശ്വാസമെടുക്കുന്നത് പരിശീലിക്കുക. സാവധാനം ആഴത്തിൽ ശ്വാസമെടുക്കുക. കുറച്ച് സെക്കൻഡ് പിടിച്ചു നിർത്തുക. പിന്നെ സാവധാനം പുറത്തുവിടുക. ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് സാധാരണമാക്കുന്നു. തലച്ചോറിലേക്ക് ഓക്സിജൻ ലഭിക്കുകയും മനസ്സ് ശാന്തമാകുകയും ചെയ്യും. 2. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ മനസ്സിനെ കഴിഞ്ഞകാലത്തെ ഭയത്തിൽ നിന്നും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും മോചിപ്പിക്കുന്നു. ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധിക്കുക, പക്ഷേ അതിനോട് പ്രതികരിക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. 3. പോസിറ്റീവ് ചിന്തകൾ വളർത്തുക. ഭയവും സമ്മർദ്ദവും പലപ്പോഴും നെഗറ്റീവ് ചിന്തകളുടെ ഫലമാണ്. നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവ് ദിശയിലേക്ക് മാറ്റുക. നിങ്ങളൊരു കാര്യത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ സാഹചര്യം നേരിടാൻ കഴിയും, ഞാൻ കഴിവുള്ളവനാണ് എന്ന് സ്വയം പറയുക. പതിവായ പോസിറ്റീവ് സ്വയം സംസാരം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 4. ശാരീരിക വ്യായാമം. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. പതിവായ യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ നടക്കുക പോലുള്ള ലളിതമായ പ്രവർത്തനങ്ങൾ സമ്മർദ്ദത്തെയും ഭയത്തെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. 5. സ്വയം തിരക്കിൽ ഏർപ്പെടുത്തുക. പലപ്പോഴും ഭയവും സമ്മർദ്ദവും വർദ്ധിക്കുന്നത് നമ്മൾ വെറുതെ ഇരിക്കുകയും നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുകയും ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ സ്വയം തിരക്കിൽ ഏർപ്പെടുത്തുക. അത് പഠനമോ സംഗീതം കേൾക്കുന്നതോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കുന്നതോ ആകാം. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ശ്രദ്ധ മാറ്റുകയും ചെയ്യുന്നു. 6. നിങ്ങളുടെ ഭയത്തെ നേരിടുക. പലപ്പോഴും നമ്മുടെ ഭയം യാഥാർത്ഥ്യമല്ല, മറിച്ച് അജ്ഞാതമാണ്. നിങ്ങളുടെ ഭയത്തെ നേരിടാൻ ശ്രമിക്കുക. ഭയത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിനു പകരം അതിനെ സാവധാനം സ്വീകരിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പ്രത്യേക സാഹചര്യത്തെ ഭയമുണ്ടെങ്കിൽ സാവധാനം ആ സാഹചര്യത്തിൽ സ്വയം ഏർപ്പെടുത്തുക. ഇത് ചെയ്യുന്നതിലൂടെ ഭയത്തിന്റെ പീട്ടി ദുർബലമാകും. 7. മതിയായ ഉറക്കം നേടുക. ഉറക്കക്കുറവ് സമ്മർദ്ദവും ഭയവും വർദ്ധിപ്പിക്കും. പൂർണ്ണവും ആഴത്തിലുള്ളതുമായ ഉറക്കം നേടുക. അതുവഴി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണർവ് ലഭിക്കും. ഇത് മനസ്സിനെ പുനഃക്രമീകരിക്കുകയും നിങ്ങളെ മാനസികമായി ശക്തനാക്കുകയും ചെയ്യുന്നു. 8. പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഭയത്തെയും സമ്മർദ്ദത്തെയും കുറിച്ച് സംസാരിക്കുന്നത് വളരെ ആശ്വാസം നൽകും. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിയോടോ സംസാരിക്കുക. ഇത് നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ഒരവസരം നൽകുകയും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. 9. നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതിന് നന്ദി പ്രകടിപ്പിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവാക്കുന്നു. അതുവഴി ഭയവും സമ്മർദ്ദവും കുറയുന്നു. 10. ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്കൊരു കാര്യത്തെ ഭയമുണ്ടെങ്കിൽ അതിനായി ഒരു തന്ത്രമുണ്ടാക്കുക. ചെറിയ ചുവടുകൾ എടുക്കുക. ഇത് നിങ്ങളെ ചിട്ടപ്പെടുത്തുകയും നിങ്ങളുടെ ഭയത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ ദിശയിൽ സാവധാനം മുന്നോട്ടു പോകുമ്പോൾ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. ഭയവും സമ്മർദ്ദവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷേ ഈ ടെക്നിക്കുകളിലൂടെ നമുക്കവയെ നിയന്ത്രിക്കാനും നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കാനും കഴിയും. ഈ രീതികൾ പതിവായി പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ മാനസികമായി ശക്തനാകുകയും പ്രതികൂല സാഹചര്യങ്ങളിലും ആശ്വാസം അനുഭവിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.